നവംബർ 18 മുതൽ 22 വരെ കണ്ണൂരിൽ ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യമുക്ത കലോത്സവത്തിനാണ് കണ്ണൂർ നഗരം സാക്ഷ്യം വഹിക്കുക. ഹരിത പെരുമാറ്റച്ചട്ടത്തിന് വിധേയമായി നടക്കുന്ന കലോത്സവത്തിൽ പുതുമകൾ ഏറെയാണ്. സംഘാടക സമിതിയുടെ ഭാഗമായ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓല കൊണ്ടുള്ള വല്ലം കണ്ണൂർ സൌത്ത് ഉപജില്ലയിലെ നരീക്കോട് UP സ്കൂൾ ഉറുദു ക്ലബ്ബിലെ കുട്ടികളും തിലാന്നൂർ UP സ്കൂളിലെ ഉറുദു ക്ലബ്ബിലെ കുട്ടികളും ചേർന്നാണ് തയ്യാറാക്കിയത്. നരീക്കോട് UP സ്കൂൾ ഉറുദു അധ്യാപികയായ CM രജിത ടീച്ചറുടെയും തിലാന്നൂർ UP സ്കൂളിലെ സാബിറ ടീച്ചറുടെയും സഹായത്താലാണ് കുട്ടികൾ വല്ലം തയ്യാറാക്കിയിരിക്കുന്നത്. തികച്ചും ഹരിത പെരുമാറ്റച്ചട്ടത്തിന് വിധേയമായി നടക്കുന്ന കലോത്സവത്തിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനാണ്. 5 ദിവസങ്ങളിലായി കണ്ണൂർ നഗരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ 15 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. പേന വോളണ്ടിയേഴ്സിനുള്ള വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ, തുണികൊണ്ടുള്ള ഫയൽ, ബാഗ് എന്നിവ കലോത്സവ വേദികളെ ധന്യമാക്കും. വളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അനുമോദിക്കുകയും ചെയ്യുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരായ CVK റാഷിദ്, പരീദ് P ഷറഫുദ്ദീൻ എന്നിവർ അറിയിച്ചു. ഇത്തവണത്തെ ജില്ലാ കലോത്സവത്തിൽ കുട്ടികളാണ് ഹീറോകളാവുക. ചടങ്ങിൽ അഷറഫ് ഇടവച്ചാൽ, താജുദ്ദീൻ VC എന്നിവരും പങ്കെടുത്തു.